വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഞാൻ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. വിളക്കൊക്കെ വെച്ചു അങ്ങനെ. അപ്പോൾ വീക്കെൻഡാണ്. അപ്പോൾ എന്താ ഇന്ന് എന്തെങ്കിലും വൈകിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ബോൺലെസ് ചിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനത് സംഭവം എന്താ പറയുക മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്ത് കറി എന്നാ പറയുക, എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചോളൂ, നോ പ്രോബ്ലം. എന്താ വെച്ചാൽ ക്യാപ്സിക്കം ഇല്ല, സ്പ്രിംഗ് ഓണിയൻ ഒന്നും ഇല്ല. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും എന്താ പറയുക ഫ്രൈഡ് റൈസ് ആക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു കറി വേണമല്ലോ അങ്ങനെ. അപ്പോൾ എന്താ പറയുക അത് മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക അതുണ്ടാക്കണ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യം ചിക്കൻ കറി ആക്കാനായിട്ടാണ് നോക്കണേ. അപ്പോൾ ബ്രസ്റ്റിൻ്റെ പീസാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കോൺഫ്ലവർ, ലെമൺ ജ്യൂസ്, പിന്നെ സോയാ സോസ്, ഒരു മുട്ട, ഉപ്പിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കുക. ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ അത് വറുത്തെടുക്കണം. അപ്പോൾ നോർമൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അത് ഒന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം ഇത് നല്ലൊരു എന്താ പറയുക, ഈ ബ്രസ്റ്റിൻ്റെ പീസ് എന്ന് പറയുമ്പോൾ നല്ലൊരു കിളുകിളാന്ന് പോലെ ഇരിക്കും. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും. അങ്ങനെ അത് നന്നായിട്ടൊന്ന് അപ്പോൾ എന്താ പറയുക വറുത്ത് എടുക്കുക. അതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ അത് മാറ്റി വെച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു സബോള ഇട്ടെടുക്കുന്നുണ്ട്, ഒരു മീഡിയം സൈസ് സബോള കേട്ടോ. ഇത് ക്യാപ്സിക്കം ഒന്നുമില്ല, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അടുത്തത് ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തു, പിന്നെ സോയാ സോസ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ഇതൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. സംഭവം എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അതിന് ശേഷം നമ്മൾ റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ റൈസിന് എന്താ പറയുക, ഞാൻ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് റൈസ് ഒന്ന് വേവിച്ചെടുക്കുക. അത് ഒന്ന് വെന്തതിന് ശേഷം ഊറ്റി മാറ്റി വെച്ചു. പിന്നെ അതിന് ശേഷം ആ പാനിലേക്ക് തന്നെ 5 മുട്ട, പിന്നെ കുറച്ച് കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി പോലെ ആക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. വീണ്ടും അതിലേക്ക് തന്നെ ആണ് നമ്മൾ റൈസ് ഉണ്ടാക്കണത്. അപ്പോൾ നോർമൽ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിന് ശേഷം വെളുത്തുള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് സോയാ സോസ്, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 പീസുള്ള സബോള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം വീണ്ടും നമ്മൾ റൈസ് വെന്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ സോയ സോസ്, വേണ്ട ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ മാറ്റി വെച്ച മുട്ട എല്ലാം ഇട്ട് കൊടുക്കുക. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ക്യാപ്സിക്കും വേറെ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നു. ഈ ഉള്ള വെജിറ്റബിൾസ് വെച്ചങ്ങോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അതൊരു എഗ് റൈസായി മാറി. ഫ്രൈഡ് റൈസ് എഗ് റൈസായി മാറി, അത്രയേ ഉള്ളൂ. എന്തായാലും സംഭവം സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.